കെപിസിസിക്ക് പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫ് ചുമതലയേറ്റു. സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ അവர்களാണ്. UDF കൺവീനറായ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും സ്ഥാനമേറ്റു. ഒരു ടീമായി മുന്നോട്ടെന്ന് സണ്ണി ജോസഫ്. മലയോര കർഷകർക്ക് ആശ്വാസം നൽകാൻ പുതിയ ടീമിനാകുമെന്ന് AK ആന്റണി. നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗത്തിൽ സുധാകരൻ. ഗ്രൂപ്പിസത്തിൽ തളർന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി. നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു. യുവജന പ്രസ്ഥാനങ്ങളെ കരുത്തുറ്റുള്ളതാക്കി. ആരെയും ഭയമില്ലെന്നും ഇരട്ട ചങ്കരോട് വിട്ടുവീഴ്ചയില്ലെന്നും കെ സുധാകരൻ. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകൾ ശാന്തം. അനിഷ്ട സംഭവങ്ങളില്ലെങ്കിലും അതീവ ജാഗ്രത തുടരുന്നു. സേനാ സന്നാഹം ഉടനെ നീക്കില്ല. ജമ്മുവിലും കശ്മീരിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് PIB. പഞ്ചാബിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച 12 മണിക്ക്. ചർച്ചയ്ക്ക് മുന്നോടിയായി ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ. സംയുക്ത സൈനിക മേധാവി പ്രധാനമന്ത്രിയെ കണ്ടു. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധിയുടൻ. കേതൽ ജിൻസൺ രാജ പ്രതിയായ കേസിൽ ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി. അമേരിക്ക ചൈന തീരുവ യുദ്ധം അവസാനിക്കുന്നു. ഇരു രാജ്യങ്ങൾ നടത്തിയ ചർച്ചയിൽ ധാരണയെന്ന സൂചന. ഔദ്യോഗിക അറിയിപ്പ് ഇന്നുണ്ടായേക്കും. ടിബറ്റിനെ വിറപ്പിച്ച് വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല.